ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാരായി പറയുന്നു, ഇപ്പോൾ കുറച്ച് നാളുകളായില്ലേ നമ്മൾ ബോട്ടിലായിട്ട് ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു വീണ്ടും ബോട്ടിലാട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ബോട്ടിലാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ബോട്ടിലാട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് നമുക്ക് നോർമൽ ബോട്ടിലാട്ടുണ്ടല്ലോ ഷോപ്പ് പീസ് ആയിട്ട് വയ്ക്കുന്ന, അങ്ങനെ അതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ് വെക്കാനുള്ള ഒരു പോട്ടായിട്ട് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കൊരു ഓർഗനൈസറായിട്ടോ അല്ലെങ്കിൽ ടേബിൾ ഡെക്കറോ ആയിട്ടോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ടിന്നാണ്. ഇതൊരു മിൽക്ക് പൗഡറൊക്കെ മേടിക്കുന്ന ടിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാ ഇത് കണ്ടോ, ഇതൊരു പഴയ ഷോർട്സ് ആണ് മോൻ്റെ. ഇത് കുറച്ചൊക്കെ കീറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോർട്സ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതിലൊരു വർക്ക് ഉണ്ട്, ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ പറ്റും തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോർട്സ് തന്നെ വേണമെന്നില്ല, നമ്മുടെ സൽവാറിൻ്റെ താഴെയുള്ളത് അങ്ങനെയൊക്കെ പല ഇതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആയാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള വെൽവെറ്റ് ക്ലോത്തുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല, അത് വെച്ചാൽ മതി. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടിന്ന് വെച്ചിട്ട് ഏകദേശം ആ ഒരു സൈസ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ഷോർട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ആ ഒരു ലെങ്ത്തിൻ്റെ ഇതിൽ കട്ട് ചെയ്യാണ് കേട്ടോ. മീൻസ് ഒരു ലെഗ് മാത്രം നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ള തുണികൾ എന്താണെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല. ഇതല്ലെങ്കിൽ നമുക്ക് ഗേൾസിൻ്റെ ഒക്കെ ആണെങ്കിലും ടോപ്പുകളിൽ നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ളതുണ്ടാവും. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു നമ്മൾ വെക്കാൻ പോകുന്ന ടിന്നിൻ്റെ ഒരു സൈസ് നോക്കിയിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഇതപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടോ, ഇങ്ങനെ റൗണ്ടാക്കി പിടിച്ചിട്ട് ഉള്ളിലത്തെ ഭാഗത്ത് നമുക്ക് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് തുന്നി കൊടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്താൽ മതി. അതും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടായാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗം, അതായത് താഴത്തെ ഭാഗം സ്റ്റിച്ച് ആയിട്ടുള്ള ഭാഗം മുകളിലോട്ടും മറ്റേ ഭാഗം കട്ട് ചെയ്ത ഭാഗം താഴോട്ടും വരുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ ഇതിനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ദാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഭംഗിയാക്കി കൊടുക്കാമെന്ന് നോക്കാം ഇതിനൊന്ന്. ഓക്കെ, കറക്റ്റായിട്ട് വെക്കുക, നമ്മളുടെ കറക്റ്റ് എല്ലാ ഭാഗങ്ങളും ഒന്നാക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ മാത്രം നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്നുള്ളൂ. മുകളിലോട്ട് നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ മുകളിലോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ആ എംബ്രോയിഡറി ആ ഡിസൈനാണല്ലോ ഫ്രണ്ടിൽ നല്ല ഡിസൈനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായിട്ട് വലിച്ചൊട്ടിക്കുകയാണ്. ഇതൊരു ബനിയൻ സ്റ്റഫ് തുണിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂസാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പിടിച്ച് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ കുറച്ച് ഭാഗം തന്നെ ലൂസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ഇങ്ങനെ മടക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കുറച്ച് ലൂസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പിടിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് സ്റ്റിച്ചഡ് ആയിട്ട് കിട്ടുന്നില്ല, നോർമൽ ക്ലോത്താണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ സൈഡുകളൊന്നിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഹാർഡ് ഗ്ലൂസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഫാബ്രിക് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. ഇനി ഫെവിക്കോൾ വെച്ചിട്ടായാലും ഒട്ടിക്കാം, പക്ഷെ കുറച്ച് ടൈം എടുക്കും ഒട്ടാനെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ല ഉറപ്പായിട്ടുണ്ട്. ഇനി താഴേക്ക് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തല്ലോ, അതൊന്ന് താഴേക്ക് കവർ ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് കാണണ്ടല്ലോ, കുറച്ചുകൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ കവർ ചെയ്ത് അതിൻ്റെ ആ ടിന്നിൻ്റെ അടിഭാഗത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. അധികം ഭാഗമൊന്നും എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം എക്സ്ട്രാ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഗ്ലൂ യൂസ് ചെയ്യാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുന്നിയോ സ്റ്റിച്ച് ചെയ്തോ കൊടുത്താൽ മതി. നല്ല ടൈറ്റിൽ പാകത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും മടക്കി അടിക്കും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ടിന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വലിപ്പം നമുക്ക് പോട്ട്സൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ്. ഇങ്ങനെ കുറച്ചുകൂടെ വട്ടത്തിലുള്ളതാണെങ്കിൽ, ഗ്ലാസ് ആണെങ്കിലും ഇതുപോലെ കുറച്ച് വലുപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ ഇത് നമ്മുടെ ആയിട്ടുണ്ട്. നമ്മുടെ
ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് നമുക്ക് ഇതുപോലത്തെ ഒരു ഡെക്കോർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഡിസൈനുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളുടെ റൂമിലൊക്കെ നമുക്കിതിങ്ങനെ പോട്ട് ഡെക്കോറായിട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡെക്കോറായിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വലുത് വേണ്ട കേട്ടോ, ചെറിയ ബോട്ടിലുകളായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതാ ഞാനിവിടെ ഒരു പ്ലാന്റ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു മണി പ്ലാന്റ് മാത്രമേ ഉള്ളൂ. നമ്മളിതൊരു ഇങ്ങനത്തെ ഒരു ഡബ്ബയല്ലേ, അതിലധികം നേരം വെള്ളം വെച്ച് കഴിഞ്ഞാൽ നാശമാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മൾ മണ്ണിട്ട് വെക്കുന്നതാണെങ്കിൽ ഡയറക്റ്റ് മണ്ണിട്ടിട്ട് പ്ലാന്റ് ചെയ്യാം. അതിനടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അതല്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഓർഗനൈസറായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ എന്താ ഇവിടെ ഇതൊരു ഓർഗനൈസറായിട്ട് കുറച്ച് പെയിൻറ്റ് ബ്രഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് റൂമിൽ നമുക്ക് പെൻസിൽസ് അല്ല പെൻസിൽസ്, സിസേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ വെക്കാം. അപ്പോൾ അവരുടെയൊക്കെ ഡ്രസ്സിലുള്ള നല്ല നമുക്ക് വെറുതെ കളയേണ്ടി വരുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വെക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ക്ലോത്തുകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കുറേ ലെങ്ത്തിലുള്ള ബോട്ടിൽസ്, അതുമാത്രമല്ല നമ്മളുടെ ടിഷ്യൂ പേപ്പർ റോളിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ കാർഡ്ബോർഡുമെല്ലാം ഒരു പൈപ്പ് പോലത്തെ ഇത് കിട്ടില്ല, അതുമെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡ് ടേബിളിൻ്റെ അവിടെയൊക്കെ വെക്കാം കേട്ടോ. അതായത് നമ്മുടെ സോഫയുടെ സൈഡിലൊക്കെ നമ്മൾ ലെങ്ത്തിൽ ഷോപ്പ് പീസൊക്കെ വെക്കില്ലേ, അപ്പോൾ അങ്ങനെ താഴെ നിന്ന് മുകളിലോട്ടുള്ള ലെങ്ത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിലും ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.